എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ദ സീക്രറ്റ് എന്ന് പറഞ്ഞ ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണ് കാണാനായിട്ട് പോകുന്നത്. ഹൗ ടു യൂസ് ദ സീക്രറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഈ ഒരു സീക്രറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ വിവരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും അലാദീനും അത്ഭുത വിളക്കിൻ്റെയും കഥ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ള കഥയായിരിക്കും ഇത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അലാദീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അത്ഭുത വിളക്ക് കിട്ടുകയും ആ അത്ഭുത വിളക്കിൽ ഇങ്ങനെ ഒഴിയുമ്പോൾ ആൾക്ക് കിട്ടുന്നതാണ് ഒരു ജിന്നി അല്ലെങ്കിൽ ഒരു ഭൂതം എന്ന് പറയുന്നത്. ആ ഭൂതം വന്നിട്ട് അലാദീനോട് പറയണത് ഇങ്ങനെയാണ്: എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ നടത്തി തരാം എന്നുള്ളത്. യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്നാണ് ഇതിൽ പറയണത് അല്ലേ? നമ്മൾ അലാദീനും ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ എല്ലാ വിഷസും നിറവേറ്റി തരുന്ന ഒരു ജിന്നി, ഒരു ഭൂതമാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇതിനെ നമുക്ക് ഈ ജിന്നിയെ നമുക്ക് ഹയർ സെൽഫെന്നോ യൂണിവേഴ്സിനോ ഗോഡ് എന്നോ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇഷ്ടപ്പെട്ട പേര് എടുത്ത് വിളിക്കാനായിട്ട് പറ്റും. ഇത് നമ്മളൊരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല, നിങ്ങൾക്കത് ഞാൻ ചെയ്തു തരില്ല എന്ന് ഒരിക്കലും പറയില്ല. യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് അതിലെന്തെങ്കിലും ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ മനസ്സിലിട്ട് ഇങ്ങനെ കുഴപ്പിച്ച് അതിന് ഉത്തരം മാറ്റിമറിക്കുന്നത് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് എപ്പോഴും പറയുന്നത് യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്നാണ്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ടെ, ഇതാണ് ആദ്യമായിട്ട് പറയണത്. പിന്നീട് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ലഭിക്കുക എന്ന് പറയുന്നു. 3 സ്റ്റെപ്പാണ് പറയുന്നത്. ആസ്ക്, ബിലീവ്, റിസീവ് എന്നാണ് ഈ ഒരു 3 സ്റ്റെപ്പ് പറയുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ആസ്ക് എന്നാണ് പറയുന്നത്. ചോദിക്കൂ. അതായത് നമ്മൾ ലെറ്റ് യൂണിവേഴ്സ് നോ യുവർ വാണ്ട്സ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഡ്രീം? അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഈ സമയത്ത് എന്തായിരിക്കണം നിങ്ങളൊരു അച്ചീവ്മെൻറ്റ് ലെവൽ നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉത്തരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പലരും ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ 20,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് അടുത്ത വർഷം ഈ സമയത്ത് 50,000 രൂപ വേണം എന്ന് ചിന്തിക്കാനുള്ള ഒരു വാണ്ട് എന്ന് പറയുന്ന കാര്യം ആദ്യം യൂണിവേഴ്സിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ കരിയർ വൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നേറ്റം വേണോ, പൈസ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, അങ്ങനെ ഏത് രീതിക്കാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കത് ഒരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ വിഷ് നമ്മളിവിടെ പകർത്തി കഴിഞ്ഞു. അപ്പോൾ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഓർഡർ ചെയ്യണ പോലെയാണെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ഓർഡർ ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമല്ലേ അവിടെ നമുക്കത് കിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഡർ എടുക്കുകയാണ്. പിന്നീട് നിങ്ങൾ ഡൗട്ടൊന്നും ഇല്ലാതെ അത് വച്ച് കഴിഞ്ഞാൽ ആ സംഭവം നമ്മുടെ വീട്ടിലേക്ക് എത്തും അല്ലേ? ഇതന്നെയാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ആസ്ക്, ചോദിക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കൂ എന്ന് പറയാണ്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബിലീവ് എന്നാണ് പറയണത്. ബിലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർഡർ ചെയ്ത കാര്യം ഫ്ലിപ്കാർട്ടിലാവട്ടെ ആമസോണിലാവട്ടെ ഓർഡർ ചെയ്ത കാര്യം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ചിലപ്പോൾ ചില സാധനങ്ങൾ ഒരു ദിവസം എടുത്തിട്ടായിരിക്കും വരണത്, ചിലതാകട്ടെ 1-2 ആഴ്ച ആയിട്ടായിരിക്കും വരണത്. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു സാധനം നിങ്ങളിലേക്ക് വരും എന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ അതിന് ഡൗട്ട് ചെയ്യാറില്ല അല്ലേ? ട്രാക്കൊക്കെ ചെയ്യാറുണ്ട് എന്നല്ലാതെ നിങ്ങൾ അതിന് ഒരിക്കലും ഡൗട്ട് ചെയ്യാറില്ല. അത് എത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ വിശ്വസിക്കണം എന്നാണ് പറയണത്. എന്നിട്ട് പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു ഹോളിഡേ ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഇപ്പോൾ 24-25 തീയതികളിൽ നിങ്ങളൊരു ഹോളിഡേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 24-25 തീയതികളിൽ നിങ്ങൾ വേറൊരു സാധനം പോയി ബുക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുമോ? ഇല്ല അല്ലേ? നിങ്ങൾ എന്താ വിചാരിക്കുക? ഓക്കെ, 24-25 ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോണത്, അത് ബുക്ക്ഡാണ്, അത് എനിക്ക് റിസർവ് ചെയ്ത് വെച്ചേക്കണതാണ്. ആ റൂമാകട്ടെ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലാവട്ടെ എന്താണെങ്കിലും അത് റിസർവ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇനി എനിക്കതിൽ മാറ്റില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളൊരു കാർ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ആ കാറ് നിങ്ങളുടെ ആയി കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ലായിരിക്കും, പക്ഷെ ആ കാറ് നിങ്ങളുടെ ആയി കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കുമ്പോൾ എന്താ, ഫിസിക്കലി നമ്മുടെ കയ്യിൽ ആ പൈസ എത്തിയില്ലെങ്കിൽ നമുക്കറിയാം അതിലൊരു തുക നമ്മുടെയാണ്, നമുക്കത് കൈവന്ന് ചേരും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇതുപോലെ നമ്മൾ ബിലീവ് ചെയ്യണം എന്നാണ് പറയണത്. യൂണിവേഴ്സ് ഒരിക്കലും അതിനോട് നമ്മൾ ഹൗ എന്ന് നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു ചുറ്റുപാടിൽ വെച്ചിട്ട് ആൾക്കാരെ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടാകട്ടെ എല്ലാം
നമുക്ക് ക്രമീകരിച്ച് തരുന്ന പറയണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ അതിൽ ആവശ്യമില്ലാത്ത ചിന്തകളും കുഴപ്പങ്ങളും ഇടുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണ്. അപ്പം നമ്മളത് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്താ അവിടെ സംഭവിക്കണം, ആ വളരെ ഈസി ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുതരുന്ന പറയണം. ഹൗ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. യൂണിവേഴ്സിനാണ് ഹൗ ഇട്ട് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സാണ് പറയുക, ഓക്കെ ഇങ്ങനെ രീതിയിലാണ് നമുക്ക് തരണത് എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ പാട്ടാണ്. അതിൽ നമുക്ക് യാതൊരു വക റോളും ഇല്ല. നമ്മൾ റോൾ ഇടുമ്പോഴാണ് ആ ഒരു കാര്യം അച്ചീവ്മെൻറ്റ് ചെയ്യാൻ താമസിക്കണതോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആയി പോകുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അച്ചീവ് അല്ലെങ്കിൽ റിസീവ് എന്നാണ്. അത് നിങ്ങൾക്കത് ലഭിക്കും എന്നാണ്. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കൊരു സാധനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഫീലിങ്ങിലായിരിക്കും ഇരിക്കുക, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. ഫീലിംഗ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് യൂണിവേഴ്സ് ആണ്. നമുക്ക് ഫീലിങ്സ് ആണ് കൂടുതലായിട്ട് യൂണിവേഴ്സിന് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ആ ഫീലിങ്ങോട് കൂടെ ഇരിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗോ ടെസ്റ്റ് ഡ്രൈവ് ദ കാർ എന്നാണ് പറയുന്നത്. ആ കാറിനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലിരിക്കുമ്പോൾ ഫീലിംഗ് കിട്ടും. അത് ഓടിക്കുമ്പോൾ എങ്ങനെയാണ്, അതിലിരിക്കുന്ന ആ കൂൾ എയർ എങ്ങനെയായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കാർ വേണമെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക എന്ന് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ ആ ഒരു വീട് പോയി കാണുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ എന്തെങ്കിലും പോയി കാണുക, കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരൂല്ലേ. എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യാന്ന് പറയണത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത് നമുക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ആക്ഷനും കൂടെ എടുക്കേണ്ടി വരും എന്ന് പറയുന്നു. ചിലത് നമുക്ക് ആക്ഷൻ ഒന്നും ഇല്ലാതെ ലഭിക്കും, ചിലതാകട്ടെ നമ്മൾ കുറച്ചൊരു ആക്ഷൻ ഇടണം. ആ ആക്ഷൻ ഇടുന്നത് എഫേർട്ട്ലെസ് ആണ് അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണത് എന്തായിരിക്കും, നമ്മൾ സന്തോഷത്തോടെ പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യാനുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തുന്നത് എന്നാണ് പറയണത്. നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുൾ ഡിസ്റ്റൻസ് നമുക്ക് മുമ്പിൽ കാണണമെന്നില്ല അല്ലേ. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 200 മീറ്റർ ആ ലൈറ്റിൽ നമുക്ക് പോകാനായിട്ട് പറ്റും, ആ കാറിൻ്റെ ലൈറ്റിൽ അല്ലേ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് 200 മീറ്റർ അങ്ങനെ സ്റ്റെപ്പായി നമ്മൾ കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്യും. പറയുമ്പോൾ ആ കാറിൻ്റെ 200 മീറ്റർ മാത്രമായിരിക്കും നമുക്ക് ലൈറ്റ് കാണുന്നത്. പക്ഷെ ആ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെപ്പ് വെച്ച് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താണ്. ഇതുപോലെയാണ് ഈ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യമെന്നാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ആ എൻഡ് ഗോളിലേക്ക് ചിലപ്പോൾ നമുക്ക് എത്തുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷേ ആ സ്റ്റെപ്പ് എടുത്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുക ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതാണ് പറയുന്ന 3 സ്റ്റെപ്പ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആസ്ക്, ബിലീവ്, റിസീവ് എന്നുള്ളത്. ഒരിക്കലും ആസ്ക്, റിസീവ്, ബിലീവ് എന്നല്ല. കിട്ടിയതിന് ശേഷം വിശ്വസിക്കൂ എന്നല്ല പറയണം. വിശ്വസിക്കൂ, നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. ആ ഒരു പോയിന്റാണ് നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. വിശ്വസിക്കൂ, എങ്കിൽ മാത്രമാണ് നമുക്കത് ലഭിക്കുക. പെട്ടെന്ന് ലഭിക്കുക ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വഴിയാണ് നമുക്ക് പെട്ടെന്ന് ഇത് ലഭിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുന്നത് ലൂസിങ് വെയിറ്റ് ആണ്. വെയിറ്റ് എന്താ പറയുക, ലൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇതെങ്ങനെ സാധ്യപ്പെടണത് എന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ ഇപ്പോൾ 80 കിലോ ഉള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ 60 കിലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 80 നിന്ന് 79 എത്തുന്നു, 78 എത്തുന്നു, അങ്ങനെയല്ല നിങ്ങൾ കാണേണ്ടത്. 60 ആ പെർഫെക്റ്റ് വെയിറ്റാണ് നിങ്ങൾ കാണേണ്ടത്. എന്നിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക, ബിലീവ് ചെയ്യുക എന്നാണ് പറയണത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് വെയിറ്റിലേക്ക് മാത്രമേ ഫോക്കസ് പോകുന്നുള്ളൂ. അല്ലാതെ കുറയുന്നു എന്ന് പറയുന്ന ഫീലിംഗ് അല്ല നമുക്ക് വേണ്ടത്. ആ പെർഫെക്റ്റ് വെയിറ്റ്, ഒരൊറ്റ വെയിറ്റ് മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നു. ഇവിടെ ഓദർ പ്രസവിച്ച് കഴിയുമ്പോൾ 2 കുട്ടികൾക്ക് ജന്മം നൽകി കഴിയുമ്പോൾ ആളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറിഞ്ഞതും കേട്ടതും പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു നിഗമനമാണ് കഴിഞ്ഞാൽ തടി വയ്ക്കും എന്നുള്ളത്. ആ ഒരു വിശ്വാസം വച്ചുകൊണ്ട് തന്നെ ആൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴായാലും ഒക്കെ തന്നെ ആളുടെ മനസ്സിലേക്ക് ഒക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ തടി വയ്ക്കും എന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ ഒരു തോന്നലുള്ളതുകൊണ്ട് തന്നെ ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ തടി വെച്ച് പോവുകയാണ്. അപ്പോൾ ഓദർ പ്രത്യേകം എടുത്ത് പറയുന്നു, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മൂലമല്ല നിങ്ങൾ തടി വയ്ക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ തടി വെച്ച് പോകും എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ, ആ ഒരു തിങ്കിങ്ങിൽ നിങ്ങൾ കഴിക്കുമ്പോഴാണ് ഏതൊരു ഭക്ഷണവും നമുക്ക് തടി കൂട്ടാനുള്ള സാഹചര്യത്തിൽ എത്തുന്നത് എന്നാണ് പറയണത്. ചിലർ പറയൂലേ, ഞാൻ എത്ര കഴിച്ചാലും തടി വെക്കില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അതൊരു അഫർമേഷൻ പോലെയാണ്. അവരെന്ത് കഴിച്ചാലും തടി വെക്കില്ല. ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട്, ഞാൻ എന്ത് കഴിച്ചാലും തടി വെക്കില്ല. അതുപോലെ കേട്ടിട്ടുണ്ട്, ഞാൻ പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കും എന്നുള്ളത്. അപ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ തടി വെക്കും, കാരണം ആ അഫർമേഷനാണ് നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കും, മറ്റേത് എത്ര കഴിച്ചാലും തടി വെക്കില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഓദർ ഇതിലൂടെ പറയുന്നത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, ഇതൊരു എക്സാമ്പിളായിട്ടാണ് പറയണത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ
അവർ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വെയിറ്റ് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വിച്ച് വിൽ യു ഫീൽ ഗുഡ്. മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ആയ നന്നായിരിക്കുന്നല്ല, വിച്ച് യു വിൽ ഫീൽ ഗുഡ്. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന പെർഫെക്റ്റ് വെയിറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ബിലീവ് ചെയ്യുക, അത് നിങ്ങൾക്ക് കിട്ടുന്ന ബിലീവ് ചെയ്യുക. ഇനിയിപ്പോൾ പണ്ട് തടിയില്ലാത്ത ആൾ ഇപ്പോൾ തടി വെച്ചതാണെങ്കിൽ ആ അന്നത്തെ ഫോട്ടോ ഉണ്ടായിരിക്കും അല്ലേ, ആ ഫോട്ടോ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അതല്ല ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, നിങ്ങളുടെ ആ ഒരു രൂപവും ആ ഒരു തടിയും പെർഫെക്റ്റ് തടിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് അത് വരുന്നു. എന്നിട്ട് ഇപ്പോൾ ഉള്ള വെയിറ്റിന് വസ്ത്രം മേടിക്കുക എന്നല്ല പറയണത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയിറ്റിൻ്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു വസ്ത്രമാണ് നിങ്ങൾ മേടിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മുൻകൂട്ടി നമ്മൾ ചെയ്ത് വെച്ചു അല്ലേ. ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട് തോന്നും. ഇതുപോലെ തന്നെയാണ്, ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോ കാര്യവും അച്ചീവ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ അറിയുമ്പോൾ മറ്റ് സംശയം വരുന്നതാണ്, ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നടക്കാനായിട്ട് എത്ര സമയം പിടിക്കും എന്നുള്ളത്. സത്യത്തിൽ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഇല്യൂഷനാണെന്നാണ് പറയണത്. ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സിന് ഒരു പ്രശ്നമല്ല, നമ്മളാണത് കുഴപ്പിച്ച് പ്രശ്നമാക്കുന്നത്. അതുപോലെ സൈസും ആൾക്ക് പ്രശ്നമല്ല. ഹൗ ബിഗ് ഹൗ സ്മോൾ എന്ന് പറഞ്ഞാലും യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഒരേപോലെയാണ്. $1 ഉണ്ടാക്കുന്ന ഒരു എഫേർട്ടും $1 million ഉണ്ടാക്കുന്ന ഒരു എഫേർട്ടും യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഒരേപോലെയാണെന്ന് പറയുന്നത്. നമ്മളാണ് $1 എന്ന് പറഞ്ഞാൽ ചെറുതാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് കിട്ടും, $1 million എന്ന് പറഞ്ഞാൽ വലുതാണ്, അതുകൊണ്ട് ഇതിന് സമയമെടുക്കുമെന്ന് നമ്മുടെ ബിലീഫ്, അവർ ഓൺ ബിലീഫ് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് എപ്പോഴും എഫേർട്ട്ലെസ് ആയിട്ടാണ് വർക്ക് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, ആൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, ഇനിയിപ്പോൾ നമുക്ക് വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് സങ്കല്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതിൽ പരീക്ഷിക്കുക എന്നാണ് പറയണത്. നിങ്ങളൊരു കപ്പ് ഓഫ് കോഫി, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു കപ്പ് ഓഫ് കോഫി കിട്ടണമായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, അതിനെ അട്രാക്ട് ചെയ്തെടുക്കുക. ഈ ഒരു സീക്രറ്റ് ഫിലിം കണ്ട ഒരാൾ ഒരു തൂവൽ, ഒരു ഫെദർ ആൾ ഇമാജിൻ ചെയ്യാനായിട്ട് തുടങ്ങി, ആളുടെ ഓൺ ഭാവനയിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ ഒരു ഇതിൽ ടെറസിൽ കൂടെ പോകുമ്പോൾ ആൾക്ക് വെറുതെ നിലത്തേക്ക് നോക്കാൻ തോന്നുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൂവൽ അവിടെ കിടക്കണമായിട്ടാണ് കാണുന്നത് ആൾ. അപ്പോൾ ആൾക്ക് മനസ്സിലായി, ആൾ എക്സാക്ട്ലി ഏത് ഇമേജാണോ കണ്ടത് ആ ഇമേജ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തൂവൽ, ആ ഒരു ഫെദർ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ആളുടെ ആ ഒരു ഫെദർ എന്ന് പറയുന്ന സംഭവത്തെ അട്രാക്ട് ചെയ്ത് അവിടെ എത്തിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര വിശ്വാസം തോന്നുകയാണ്. അപ്പോൾ ഇനി ഓരോ സ്റ്റെപ്പിലും ആൾക്ക് ആ വിശ്വാസം, ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. അതുപോലെ ഡേവിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നു, ആളെപ്പോഴും പാർക്കിംഗ് സ്പേസ് അട്രാക്ട് ചെയ്യാറുണ്ടെന്നാണ് പറയണത്. അതായത് ആൾ പാർക്കിങ്ങിൽ പോകുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സേഫാണ്, ആളുടെ വണ്ടി കിടക്കാൻ സേഫാണ് എന്ന് തോന്നുന്ന ആ ഒരു സ്പേസ് ആൾ ഇമാജിൻ ചെയ്യും. 95% ആൾക്ക് അത് കിട്ടുമെന്ന് പറയണം. 5% ഒന്നില്ലെങ്കിൽ ആൾ ചെല്ലുമ്പോൾ മറ്റാൾ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നും വണ്ടി എടുക്കുന്നു, ആൾക്ക് അവിടേക്ക് ഒന്ന് കയറാനുള്ള 1-2 മിനിറ്റ് അത്ര മാത്രമാണ് ആൾക്ക് ലേറ്റായി വരാറുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ തവണയും ആൾക്ക് ഉദ്ദേശിച്ച പാർക്കിംഗ് സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ കാര്യമായിരിക്കും അല്ലേ, ചെറിയ കാര്യമാണെങ്കിൽ പോലും ഈ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഞാനിത് അച്ചീവ് ചെയ്തുകൊണ്ട് എനിക്ക് മറ്റേതും വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ചെറിയ ഇപ്പോൾ ഈ പറഞ്ഞ കപ്പ് ഓഫ് കോഫി ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു, എനിക്ക് ഇന്ന സ്ഥലത്ത് കിട്ടും അല്ലെങ്കിൽ ഇന്ന സ്പേസ് കിട്ടും എന്നുള്ളത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഹൗ ടു യൂസ് ദ സീക്രറ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് കൂടുതൽ വിശ്വാസത വരുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. നിങ്ങളുടെ ഡേ ഒക്കെ നിങ്ങൾക്ക് തന്നെ സങ്കല്പിച്ചെടുക്കാൻ പറ്റും. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ തന്നെ ഓക്കെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും, ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ എക്സാം ഉണ്ട്, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് റിസൾട്ട് വേണ്ടത് അതൊക്കെ സങ്കല്പിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡേ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ ഒരു ഡേ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ഫുള്ള് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിനും സമ്മറി പോയിന്റ്സ് നൽകുന്നുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് തരുന്നത്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് വരാം. ദിസ് ഇസ് ടോഷി മാനോൻ സൈനിങ് ഓഫ്.